2026 മാർച്ച് 18 കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻ്റെ കൂടെ തന്നെ എല്ലാവരും പഠിച്ചു പോവാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലേക്ക് ആൻഡ് എയർ വാച്ച് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? ഗുജറാത്ത്. ഗുജറാത്താണ് ലേക്ക് ആൻഡ് എയർ വാച്ച് ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ലേക്ക് ആൻഡ് എയർ വാച്ച് ഇനിഷ്യേറ്റീവ് പ്രധാനമായും എന്തിനാണ് ആരംഭിച്ചത്? എന്തിനാണ്? വായു ഗുണനിലവാരവും തടാകങ്ങളുടെ ആരോഗ്യവും നിരീക്ഷിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലേക്ക് ആൻഡ് എയർ വാച്ച് പദ്ധതി പ്രധാനമായും ഏത് പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്നു? നഗര പ്രദേശങ്ങളിലാണ് കൂടുതലായും ലേക്ക് ആൻഡ് എയർ വാച്ച് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അറിയാമോ ഏത് മേഖലയുമായിട്ടായിരിക്കും? പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതി സംരക്ഷണവുമായിട്ടാണ് ഈ ലേക്ക് ആൻഡ് എയർ വാച്ച് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് കേട്ടോ. അപ്പൊ ലക്ഷദ്വീപിലാണ് കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളവും വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഓഷ്യൻ തെർമൽ എനർജി കൺസർവേഷൻ പ്ലാന്റ് നിലവിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പ്രശസ്തമായ കിസ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ആരാണ്? നിത അംബാനി. നിത അംബാനിയാണ് 2025 പ്രശസ്തമായ കിസ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സൈബർ തട്ടിപ്പുകൾ തടയാനും സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ നിരീക്ഷിക്കാനും പുറത്തിറക്കിയ AI ടൂൾ ഏതാണ്? ഏതാണ് AI ടൂൾ? സുദർശൻ. സുദർശനാണ് സൈബർ തട്ടിപ്പുകൾ തടയാനും സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായ നിക്ഷേപ ഉപദേശങ്ങൾ നിരീക്ഷിക്കാനും പുറത്തിറക്കിയ AI ടൂൾ. പേര് സുദർശൻ. ഇനി, ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ കർണാടക ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത ആരാണ്? ആരാണ്? RM നാച്ചമ്മ. RM നാച്ചമ്മയാണ് ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ കർണാടക ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത. പേര് RM നാച്ചമ്മ. ഇനി 2026 മാർച്ച് 11 ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകത്തിന്റെ പേരെന്താണ്? വാൻ അലൻ പ്രോബ് എ. വാൻ അലൻ പ്രോബ് എ എന്നാണ് 2026 മാർച്ച് 11 ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം. പേടകത്തിന്റെ പേര് ഒന്നുകൂടി പറഞ്ഞേ, എന്താണ്? വാൻ അലൻ പ്രോബ് എ എന്നാണ്. ഇനി, ഏതൊക്കെ ജലാശയങ്ങളെയാണ് ഹോർമൂസ് കടലിടുക്ക് ബന്ധിപ്പിക്കുന്നത്? ഇത് എന്നും വരുന്നൊരു നിരന്തരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതൊക്കെയാണ്? പേർഷ്യൻ ഗൾഫും ഒമാൻ ഉൾക്കടലും. പേർഷ്യൻ ഗൾഫും ഒമാൻ ഉൾക്കടലുമാണ് ഹോർമൂസ് കടലിടുക്കിനെ ബന്ധിപ്പിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, മണം പിടിച്ചുകൊണ്ട് മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം നൽകുന്ന നായയുടെ പേര് എന്താണ്? ലൈക്ക. ലൈക്ക എന്നാണ് ഈ മനുഷ്യരിലെ അർബുദം തിരിച്ചറിയാൻ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം കൊടുക്കുന്ന നായ. നായയുടെ പേരെന്താണ്? ലൈക്ക എന്നാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഈ വർഷത്തെ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരങ്ങളിൽ മികച്ച നടനായും നടിയായും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരൊക്കെയാണ്? അപ്പോൾ തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച നടൻ ജോജു ജോർജും മികച്ച നടി ലിജോ മോളും ആണ്. അപ്പം ഒന്നും കൂടി പറയാം, തിക്കുറിശി ഫൗണ്ടേഷൻ പുരസ്കാരത്തിൽ മികച്ച നടൻ ജോജു ജോർജ്, കൂടെ തന്നെ പഠിക്കുക ജോജു ജോർജ്. അതുപോലെ തന്നെ മികച്ച നടി ആരാണ്? ലിജോ മോൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൃഷിക്ക് നാശം വരുത്തുന്ന വന്യജീവികളെ ശബ്ദം ഉപയോഗിച്ച് തുരത്താൻ AI അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഏതാണ്? ഏതാണ്? ഫാം ഗാർഡ് ആണ്. ഫാം ഗാർഡ് ആണ് കൃഷിക്ക് നാശം വരുത്തുന്ന വന്യജീവികളെ ശബ്ദം ഉപയോഗിച്ച് തുരത്താൻ AI അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനം. പേരെന്താണ്? ഫാം ഗാർഡ് ആണ്. അടുത്തത്, പസഫിക് സമുദ്രത്തിലെ താപനില വ്യതിയാനത്തെ തുടർന്ന് ഇന്ത്യയിൽ മൺസൂൺ മഴ കുറയാൻ കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഏതാണ്? എൽ നിനോ. എൽ നിനോയാണ് പസഫിക് സമുദ്രത്തിലെ താപനില വ്യതിയാനത്തെ തുടർന്ന് ഇന്ത്യയിൽ മൺസൂൺ മഴ കുറയാൻ കാരണമാകുന്ന പ്രതിഭാസം. പ്രതിഭാസത്തിന്റെ പേര് എൽ നിനോ എന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ ഉത്തരം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. മാർച്ച് 11 ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം ഏതാണ്? ഉത്തരം തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പോൾ നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. നന്ദി.